ഹലോ. നമ്മുടെ മക്കള് നമ്മളെ സഹായിക്കാനായിട്ട് നമ്മുടെ കൂടെ ജോലി ചെയ്താൽ എങ്ങനെ ഉണ്ടാവും? നമ്മൾക്ക് എല്ലാവർക്കും ഒത്തിരി ആഗ്രഹമുള്ളൊരു കാര്യമാണല്ലേ അത്. ചെറുപ്പം മുതൽ നമ്മുടെ മക്കളെ ശീലിപ്പിക്കേണ്ട ഒരു 10 കാര്യങ്ങൾ നമുക്കൊന്ന് പറഞ്ഞു നോക്കിയാലോ? അതിന് മുൻപ് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമ്മുടെ കൂടെ കൂട്ടുകൂടിയാൽ ഇനിയും ഇതുപോലെയുള്ള വിശേഷങ്ങളും ടിപ്പുകളും ഒക്കെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് പറഞ്ഞു നോക്കിയാലോ? കഴിഞ്ഞ വീക്കെൻഡിൽ മക്കൾ വീട്ടിൽ നിന്നപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്ത സമയത്ത് അവരെന്നെ എടുത്ത വീഡിയോയാണ് കേട്ടോ ഇത്. കുഞ്ഞിന് സുഖമില്ലാത്തതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ലായിരുന്നു. അപ്പോൾ അവർ തന്നെ ഹെൽപ്പ് ചെയ്ത് തരാം, റൂം ഒതുക്കി തരാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുത്തു തന്ന വീഡിയോ ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ഈ ഒരു വീഡിയോ തന്നെ വെക്കാമെന്ന് ഞാൻ അങ്ങനെയാണ് കേട്ടോ ഡിസൈഡ് ചെയ്തത്. ചുട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറയുന്നത് പോലെ നമ്മുടെ മക്കൾ ചെറുതിലെ ശീലിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അവരുടെ ലൈഫ് ലോങ് അവർക്കത് കൊണ്ടുപോകാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യമായിട്ട് അവരെ പഠിപ്പിക്കാൻ പറ്റുന്ന ഒരു ശീലം എന്ന് പറയുന്നത് രാവിലെ എഴുന്നേറ്റ ഉടനെ ബെഡ് റെഡിയാക്കി ഇടുക എന്നുള്ളതാണ്. എഴുന്നേറ്റ് സ്വന്തം കിടക്കവിരിയും പുതപ്പും മടക്കി വെക്കാനായിട്ട് കുട്ടികളെ നമുക്ക് ശീലിപ്പിക്കാം. ദിവസത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഒരു കാര്യങ്ങൾ ഭംഗിയായിട്ട് ഫിനിഷ് ചെയ്തു എന്നുള്ളൊരു ബോധവും ആ ഒരു ആത്മവിശ്വാസവും അവർക്ക് ഉണ്ടാവും കേട്ടോ. അതുപോലെ തന്നെ എടുത്ത സാധനങ്ങൾ എടുത്ത സ്ഥലത്ത് വെക്കാനായിട്ട് അവരെ പഠിപ്പിക്കാം. അവരുടെ പുസ്തകങ്ങളോ ഡ്രസ്സുകളോ കളിപ്പാട്ടങ്ങളോ ഒക്കെ എടുത്തുപയോഗിച്ചതിന് ശേഷം അതാത് സ്ഥാനത്ത് വെക്കാൻ ശ്രമിപ്പിക്കുക. അതായത് നമ്മുടെ വീട്ടിലെ ഓരോ സാധനത്തിനും അവരുടേതായ ഒരു വീട് വേണം. അതായത് താക്കോലിരിക്കുന്നത് താക്കോലിൻ്റെ വീട്ടിലായിരിക്കണം, ബുക്കിരിക്കുന്നത് ബുക്കിൻ്റെ വീട്ടിലായിരിക്കണം. അതുപോലെ നമ്മളൊന്ന് ശീലിപ്പിച്ചാൽ മക്കളും ആ ഒരു ശീലം അവർ വലുതാവും തോറും വളർത്തിക്കൊണ്ടുവരും. ഇത് അവരിൽ ഒരു ഉത്തരവാദിത്വ ബോധം ഉണ്ടാക്കാനും അതുപോലെ തന്നെ എപ്പോഴും വൃത്തിയായിട്ട് ഇരിക്കാനുമായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതുപോലെ തന്നെ മറ്റൊന്നാണ് അനാവശ്യ സാധനങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത്. ഉപയോഗിക്കാത്ത പഴയ കളിപ്പാട്ടങ്ങൾ വസ്ത്രങ്ങൾ എല്ലാം മാറ്റി വെക്കാനും ആവശ്യമുള്ളവർക്ക് അത് കൊടുക്കാനും നമുക്ക് കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാം. ഇതുകൊണ്ട് അവരിൽ നല്ലൊരു ദയ അതുപോലെ മറ്റുള്ളവരോടുള്ള സഹാനുഭൂതി ഇതെല്ലാം വളർത്തിയെടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതുപോലെ മറ്റൊന്നാണ് ഈ ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾക്ക് പകരം അവർക്ക് അവരുടെ മുറിയിൽ ഒന്ന് രണ്ട് ബുക്സ്, സ്റ്റോറി ബുക്സോ അല്ലെങ്കിൽ അവർക്ക് റീഡ് ചെയ്യാൻ ഇഷ്ടമുള്ള ചിത്രങ്ങളുള്ള ബുക്കുകളോ കൊണ്ടുവന്ന് വെക്കുന്നത്. അപ്പോൾ അന്നത്തെ ദിവസം ഒരു ചെറിയ റീഡിംഗ് കോർണർ ഉണ്ടെങ്കിൽ ആ ഒരു റീഡിംഗ് കോർണറിൽ നിന്ന് ബുക്സ് എടുത്ത് അവർക്ക് അതാത് ദിവസങ്ങളിൽ വായിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഒരു പരിധിവരെ നമുക്ക് അവർക്ക് സ്ക്രീൻ ഫ്രീ സോൺ നൽകാനും സാധിക്കും കേട്ടോ. സ്വന്തം കാര്യങ്ങൾ സ്വന്തം ചെയ്യാനായിട്ട് വളരെ ചെറുപ്പത്തിൽ തന്നെ നമുക്ക് അവരെ പഠിപ്പിക്കാം. ചെറിയ പ്രായത്തിൽ തന്നെ സ്വന്തം മുറി തൂത്തുവാരാനും പൊടി തട്ടിയിടാനും കുട്ടികളെ ഒപ്പം കൂട്ടി നമുക്കും കൂടെ ചെയ്യാം. അതുപോലെ തന്നെ അവരുടെ സാധനങ്ങൾ ചെറിയ ഡ്രസ്സുകൾ മടക്കി വയ്ക്കുക, അവരുടെ ബുക്സ് എടുത്ത് വയ്ക്കുക, ഇതെല്ലാം അവരെ കൊണ്ട് തന്നെ ഒരു ജോലിയായിട്ട് കാണാതെ ഒരു ഫണ്ണായിട്ട് തന്നെ നമ്മുടെ കൂടെ നിർത്തി ആദ്യം ചെയ്യിപ്പിച്ചാൽ പതുക്കെ പതുക്കെ അവരത് സ്വയം ചെയ്തോളും. നമ്മുടെ ഒരു ഹെൽപ്പോ അല്ലെങ്കിൽ നമ്മൾ വേണം എന്നുള്ളൊരു ആവശ്യമില്ലാതെ തന്നെ അവരത് തനിയെ ചെയ്യാൻ പ്രാപ്തരായിക്കോളും. അതുപോലെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന മറ്റൊന്നാണ് നാളത്തെ കാര്യങ്ങൾ ഇന്ന് തന്നെ ഒരുക്കുക എന്നുള്ളത്. അതായത് നാളെ ഒരു ഫംഗ്ഷനോ അല്ലെങ്കിൽ സ്കൂളിൽ പോകുമ്പോഴോ നാളെ ഒരു യാത്രയുണ്ടെങ്കിലോ എന്തൊരു കാര്യത്തിനും നാളത്തേക്കുള്ള സാധനങ്ങൾ ഇന്ന് തന്നെ എടുത്തു വെപ്പിക്കാം. ഉദാഹരണത്തിന് അവർ സ്കൂളിൽ പോകുന്നതിൻ്റെ തലേ ദിവസം അവരുടെ യൂണിഫോം ബാഗ് അതെല്ലാം തന്നെ രാത്രിയിൽ തന്നെ അതൊന്ന് സെറ്റ് ചെയ്ത് വെപ്പിക്കാൻ അവരെ നമുക്കൊന്ന് ശീലിപ്പിക്കാം. രാവിലെ ഉണ്ടാകുന്ന ഒരു അനാവശ്യമായിട്ടുള്ളൊരു ടെൻഷനും അതുപോലെ ഒരു ബഹളത്തിനൊക്കെ ഇതൊരു പരിധി വരെ നമുക്കൊരു സൊല്യൂഷനായിട്ട് കിട്ടുകയും ചെയ്യും. അതുകൂടാതെ തന്നെ മക്കൾക്ക് ഭാവിയിലേക്ക് എന്തൊരു കാര്യത്തിനും ചെയ്യുന്നത് ഇല്ലാതെ തന്നെ ഒരു പ്ലാനിങ്ങോട് കൂടി മക്കൾക്ക് ഓരോ കാര്യങ്ങളും ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. അതുപോലെ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാൻ അവരെ നമുക്ക് പ്രേരിപ്പിക്കാം. അതായത് ഇടയ്ക്ക് ജനലുകളും വാതിലുകളൊക്കെ തുറന്നിട്ട് പ്രകൃതി ഭംഗി ആസ്വദിക്കാനോ അല്ലെങ്കിൽ നാച്ചുറലായിട്ട് വരുന്ന വെട്ടവും വെളിച്ചവും അതുപോലെ കാറ്റും എല്ലാം ആസ്വദിക്കാനും ചെറിയ ചെറിയ ഇൻഡോർ പ്ലാന്റ്സ് അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അതിനെ വളർത്തുക. അതുപോലെ തന്നെ ചെറിയ ഒരു വലിയ അക്വേറിയം അല്ല, നമ്മളുടെ ബൗൾ കിട്ടുമല്ലോ ചെറിയ അക്വേറിയം, അതിൻ്റെ അകത്ത് ചെറിയ ഒരു ഫിഷിനെയൊക്കെ വളർത്താൻ അവരെ അനുവദിക്കാം. അങ്ങനെ അങ്ങനെ പ്രകൃതിയോട് ഇണങ്ങി കൂടുതൽ ഭംഗിയായിട്ട് അവരെ ജീവിക്കാനായിട്ട് നമുക്കൊന്ന് പ്രോത്സാഹിപ്പിച്ചാലോ. അതുപോലെ മറ്റൊന്നാണ് കൃത്യമായ സമയങ്ങളിൽ അവരവരുടെ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത്. പഠിക്കാനുള്ള സമയത്ത് പഠിക്കാനിരിക്കുക, കളിക്കാനുള്ള സമയത്ത് കളിക്കുക. അതിന് വേണ്ടിയിട്ട് നമുക്ക് അവർക്കൊരു പ്ലാൻ തന്നെ തയ്യാറാക്കി കൊടുക്കാം. ഇന്നത്തെ ദിവസം ഇത്രയും സമയം നിങ്ങൾ കളിച്ചോ, ഇത്രയും സമയം നിങ്ങൾ പഠിച്ചോ എന്നെല്ലാം നമുക്ക് പറയാം. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ടിപ്പിലൂടെ ഈ ഒരു കാര്യം നിനക്ക് വേണമെങ്കിൽ ഇപ്പോൾ മക്കൾ നമ്മളോട് എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കുന്ന സമയത്ത് ഇന്ന ടോപ്പിക്ക് പഠിച്ചു തീർത്താൽ നിനക്ക് ഞാൻ ഈ കാര്യം ചെയ്തു തരാം എന്നുള്ളൊരു എന്താ പറയുക അങ്ങനത്തെ ഒരു സമയക്രമം വെക്കുന്നത് കുട്ടികളെ വളരെയധികം ഉത്തരവാദിത്വത്തോടെ പഠിക്കാനും അവർക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ ഗൗരവത്തിൽ എടുക്കാനും ഉള്ളൊരു ഹെൽപ്പ് ഉണ്ടാവും. അതുപോലെ നന്ദി പറയുന്ന സ്വഭാവം അവരിൽ വളർത്തിയെടുത്താം. ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ പോലെ ഒരു ബുക്ക് എന്തെങ്കിലും കരുതി വെച്ചിട്ട് അന്നത്തെ ഓരോ ദിവസങ്ങളിലും അവർക്ക് എന്തെല്ലാം കാര്യങ്ങളിൽ നന്ദി ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്, എന്തെല്ലാം കാര്യങ്ങളിൽ അവർക്ക് നന്ദിയുണ്ട് എന്നുള്ളത് ഒന്ന് എഴുതാൻ പറയോ. അതുപോലെ മറ്റുള്ളവരോട് നന്ദി കാണിക്കാൻ നന്ദി പറയാൻ ഒരു മടിയും കൂടാതെ നന്ദി പറയുകയും നന്ദി കാണിക്കുകയും ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാം.
അതുപോലെ അവരുടെ വ്യക്തി ശുചിത്വം എന്ന് പറയുന്നത് നന്നായിട്ട് പാലിക്കാനായിട്ട് നമുക്ക് പഠിപ്പിക്കാം. അത് അവരുടെ സ്വന്തം റൂമിൽ നിന്ന് തന്നെയാണ് തുടങ്ങേണ്ടത്. ഉപയോഗിച്ച അഴുക്കുള്ള വസ്ത്രങ്ങൾ കട്ടിലിലോ കസേരയിലോ ഒക്കെ ഇടാതെ അതിന് കൃത്യമായ ഒരു സ്ഥാനം വെച്ച് കൊടുക്കുക. ആ ഒരു സ്ഥാനത്ത് അവരുടെ വേസ്റ്റ് ഡ്രസ്സുകളും എല്ലാം നിക്ഷേപിക്കാൻ പറയുക. ഒരു വേസ്റ്റ് ബാസ്ക്കറ്റ് വെച്ച് കൊടുത്തിട്ട് അവരുടെ ബാലൻസ് എന്തെങ്കിലും വരുന്ന വേസ്റ്റ് പേപ്പറുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഐറ്റംസോ ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്തിടാൻ പറയുക. അങ്ങനെ ഒരു വ്യക്തി എന്ന നിലയിൽ അവർക്ക് കുറച്ചും കൂടി ശുചിത്വം വേണം, അല്ലെങ്കിൽ അവർ കുറച്ചും കൂടി നന്നായിട്ട് എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്യണം എന്നുള്ളൊരു രീതിയിൽ അവരെ നമ്മൾക്ക് ചെറുപ്പത്തിലേ പഠിപ്പിക്കാം. ഇതൊക്കെയാണ് കേട്ടോ ഞാൻ മക്കളെ പഠിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ശീലങ്ങൾ. നിങ്ങൾക്കറിയാവുന്ന വേറെയും ശീലങ്ങളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. എനിക്കും അതുപോലെ നമ്മുടെ വ്യൂവേഴ്സിനും എല്ലാവർക്കും അത് ഹെൽപ്ഫുള്ളാവും. അങ്ങനെ നമുക്ക് എല്ലാവർക്കും മക്കളെ നല്ല ശീലങ്ങൾ പഠിപ്പിച്ച് വളർത്താം അല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ സ്റ്റേ ട്യൂൺഡ്. ബൈ.